പുഴകളും വിൽക്കും മുഖ്യമന്ത്രി. ഇന്ന് പുഴയെങ്കിൽ നാളെ കിണർ. പ്രതിപക്ഷ നേതാവ് നന്നായി. അപ്പൊ എന്റെ കിണറും വിറ്റ് ഈ സെറ്റപ്പും പൂട്ടി തീർത്ഥാടനത്തിന് പോയി ഗംഗയും മുങ്ങി മരിക്കും. അതം പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നാ മതി. ഗംഗയൊക്കെ അപ്പൊ വല്ലവനും ശ്രീധരൻ കിട്ടിക്കാണും. കസ്റ്റമേഴ്സ് ആൻഡ് കടം പാർട്ടീസ്. ഇപ്പൊ ചിരിക്കണ്ട, അതിന് സമയം തരും, അപ്പൊ മതി. വിദ്യാഭ്യാസം പരിഷ്കരിക്കും മന്ത്രി. നമ്മുടെ പ്രാവിന്റെ കാര്യം വല്ലതും പത്രത്തിലുണ്ടോ ഉൾക്കരേട്ടാ? ഞാനും അത് തന്നെ ആലോചിക്കുന്നു. ഈ പ്രാവ് ഇതെങ്ങോട്ട് മുങ്ങി? ഇന്നലെ 5 കിലോ പഞ്ചസാര വാങ്ങിക്കാൻ പറഞ്ഞയച്ചാ ഇതുവരെ അവന്റെ പൊടി പോലും ഇല്ല. ആ പഞ്ചാരേട്ടന്റെ ചായ കുടിച്ചിട്ടാണ് ഇവർക്ക് കക്കൂസ് പോവാൻ. സമയം തെറ്റിയാ കക്കൂസും സർക്കാർ വല്ലവർക്കും വിൽക്കും. എവിടെ പോയതാ ഈ പ്രാവ്? പുഷ്കര, നീ ആ ചരമം വായിച്ചില്ലല്ലോടാ. കോന്ത്രാപ്പിന്നിപ്പറമ്പിൽ കൊച്ചുഗോപാലക്കുറുപ്പ് 84 നിര്യാതനായി. അത് ഞാനല്ലേ? അതെ. എടാ പ്രാവേ, നീ ഇതെപ്പോഴും ആകാശത്ത് പറഞ്ഞു നടന്നാ മതിയോ? ഇടയ്ക്കൊന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വാടാ. നമ്മടെ മാലോത്ത രാധാമണിക്ക് വാക്കൂണ്. 5-8 കൊല്ലത്തെ പ്രാർത്ഥനയുടെ ഫലല്ലേ. ഇനിയിപ്പൊ മാങ്ങ കിട്ടാണ്ട് വയറ്റിലുള്ള കുട്ടിക്ക് വല്ലതും പറ്റാലോ എന്ന് കരുതിയാ. നീ കണ്ടവളുമാരുടെ ഗർഭവും നോക്കി നടന്നോ? നിന്നെ തിരക്കി വയ്യാത്ത കാലം കൊണ്ടേ ഞാൻ എത്ര നടന്നു എന്ന് നിനക്കറിയോ? എന്തിനാ വല്യമ്മ ഈ വയ്യാത്ത കാലം കൊണ്ട് എടുത്തോണ്ട് വന്നേ? ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞയച്ചായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓടിയെത്തില്ലായിരുന്നോ? ഇത്തിരി ചാണകം നീ ആ വയലിലേക്ക് കൊണ്ടുവന്ന് തരോടാ. അവിടെ ഞാൻ കുറച്ച് മലക്കറി നട്ടിട്ടുണ്ടേ. അതിനെന്താ, നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാലോ. കൂലിയായിട്ട് കാശ് വേണ്ടെന്നല്ലേ ഉള്ളൂ നിനക്ക്. ഈ ചാണകം വിതറിയാല് ധാരാളം തണ്ണിമത്തനുണ്ടാവും വയലില്. അതിന്ന് മുഴുത്തൊരെണ്ണ എടുത്ത് നിനക്ക് ഞാൻ തരുന്നുണ്ടോ പ്രാവേ? അയ്യോ, അതെന്തിനാ വല്യമ്മേ, നമ്മള് ഫ്രീ സർവീസ് അല്ലേ. എങ്കി നിനക്ക് തരാനേ എന്റെ കയ്യിൽ ഒരു സംഗതി ഉണ്ട്. നീ നന്നായി വരും എന്നുള്ളൊരു അനുഗ്രഹം മതി. ഇക്കാലത്ത് അതാണല്ലോ കിട്ടാത്തത്, ആഗ്രഹവും അനുഗ്രഹവും. ഒന്ന് പിടിച്ചേൻ. കഷ്ടായി. എന്റെ പ്രാവേ, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി. പേടിപ്പിച്ചിട്ടോടാ. അയ്യേ, ഏതായി ചാണക വല്യമ്മ? ചാണകവല്യമ്മേ, നിന്നെ തള്ള. നീ എന്തിനാണ് എന്നെ തിരക്കേ? അല്ല, ആ മേലേടത്തെ പങ്കജാക്ഷിയുടെ കല്യാണം. അത് നിന്നും സമയമുണ്ടല്ലോടാ. ആദ്യം പുഷ്കരേട്ടന്റെ ചായക്കട, അത് കഴിഞ്ഞ് മാലോത്ത ഗർഭിണി, പിന്നെ പോസ്റ്റ്മാൻ ഭാസ്കരന്റെ പാല് കാച്ചല്, അത് കഴിഞ്ഞ് പങ്കജാക്ഷി, അതിനിടയിലെ വല്യമ്മയുടെ ഒരു ചാണകം. എങ്കി ആ പൂമാലയും പൊക്കിങ്ങതാ. അയ്യോ, അത് ഞാൻ മാവും ചോട്ടില് സൈക്കിളുമേ. നിന്നെ വിളിച്ച് ഞാൻ ഈ തൊഴുത്തിലേക്ക് പോകുന്നത്. അപ്പൊ പിന്നെ ബൊക്കിമാലും തൊഴുത്തിലുണ്ടാവും. പഴം 2 അല്ലേ? അച്ഛാന്ന് വിളിയടാ. നിന്റെ അമ്മ ഹിന്ദിക്കാരിയാണെന്ന് വെച്ച് ഞാൻ ഹിന്ദിക്കാരനല്ല. ഒപ്പിടാൻ പറ്റിയ ഒരു കാർഡ്. മലയാളത്തിന് 9. അതോ മൊട്ടയ്ക്ക് നീ ഒരു വാലിട്ടതോ? നീയൊക്കെ എപ്പോഴാടാ മലയാളം തെറ്റുകൂടാ 4 അക്ഷരം എഴുതാൻ പഠിക്കുന്നത്? അവന്റെ ഹിന്ദി അമ്മയുടെ പ്രോഗ്രസ് കാർഡ്. രാവിലെ തന്നെ പ്രശ്നം കൂടിയോ? എങ്ങനെ കൂടാതിരിക്കൂടോ? ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡിൽ നിന്ന് ലീക്കായ ഗ്യാസിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ആ ദിവസം നിലവിളിയോടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്റെ മുറി കയറി വന്നവളാ എവള് വിത്ത് ദിസ്. ഇവൾ എന്താ അവിടെ കാലുകുത്തിയോ അന്ന് എന്റെ ലൈഫിന്റെ ഗ്യാസ് ലീക്കായി. അവിടുന്ന് ലീക്കായ ഗ്യാസാ ഈ നിൽക്കുന്ന 2 കുറ്റികള്. അതിലിപ്പോ എന്താ പ്രശ്നം? ഭോപ്പാലിലെ ഒരു മുഖർജി പയ്യനെ പ്രേമിച്ച് കല്യാണം ഉറപ്പിച്ച പെണ്ണായിരുന്നു ഇവള്. നിർത്ത്, എന്നിട്ട് കാര്യം പറ. ആ മുഖർജി തെണ്ടി ഇവളെ ഇവിടെ അന്വേഷിച്ചു വരുമെന്നാണ് ഇപ്പോഴും ഇവിടെ വിശ്വാസം. പച്ചക്കല്ല് വൈരക്കല്ല്. പ്രാവേ, നീ ഇവളെയും കൊണ്ട് ഭോപ്പാലിൽ പോയി ആ മുഖർജിയെ കണ്ടുപിടിച്ച കൊടുത്തേക്ക്. നിനക്കൊരു ഓൾ ഇന്ത്യ ടൂറുമായി കുറച്ച് കാശും ചെലവാവും. ഇടപാട് നഹി. ചേട്ടൻ തന്നെ നോക്കിയാ മതി. ഇവൻ ഹിന്ദിയാണോ? കിട്ടി. അയ്യോ, പോസ്റ്റർ അമിതാഭ് ബച്ചൻ, അയാളും ഹിന്ദി. ഫലമാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. സുപ്രഭാതം പാടേണ്ട സമയത്താണ് അവിടെ മുടിഞ്ഞ ഹിന്ദി പാട്ട്. നമസ്കാരം.
എന്താ പ്രസിഡന്റ് വീട്ടു സാധനങ്ങളുമായിട്ട് വിൽക്കാൻ കൊണ്ടുപോവാണോ? എന്താണോ പൂക്കോത്തെ ഞങ്ങളുടെ തറവാട്ടിലേക്ക് പുതിയ താമസക്കാരെ കൊണ്ട് പോവുക. അയ്യോ, തറവാട് വാടകയ്ക്ക് കൊടുത്ത് ആ വാടക പണം വാങ്ങി ഞണ്ണേണ്ട ഗതികേട് വന്നോ പ്രസിഡന്റ്? എന്റെ പുഷ്കര, നിന്റെ ഈ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള തമാശകള് സൗദാമിനിയുടെ നിർബന്ധമാണ്. ആൾപ്പെരുമാറ്റം ഉണ്ടായാൽ തറവാട് നശിക്കാതെ കിടക്കുമെന്ന്. അല്ലാതെ വാടക എനിക്കെന്തിനാടൂ? ആരാ പുതിയ താമസക്കാരൻ? ഒരു ടീച്ചറാ. ഹിന്ദി ടീച്ചറാണോ? ആഹാ. ടീച്ചറെ ഒന്നിങ്ങോട്ട് ഇറങ്ങിക്കേ. പുതിയ താമസക്കാരെ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. സൗദാമിനിയും ഈ രാധ ടീച്ചറും 4-5 വർഷം മുമ്പ് പെരിങ്ങത്തൂർ UP സ്കൂളിൽ ഒരുമിച്ച് ജോലി ചെയ്തതാ. അന്ന് സൗദാമിന് താമസിച്ചിരുന്നത് രാധ ടീച്ചറിന്റെ വീട്ടിലാ. ഇപ്പൊ ടീച്ചർക്ക് ഒറ്റപ്പാലത്തേക്ക് മാറ്റം കിട്ടിയപ്പോ പഴയ കടമൊന്ന് വീട്ടാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. ഞാൻ വരട്ടെ? ചായ എടുക്കട്ടെ? അയ്യേ, വേണ്ട വേണ്ട. പറയാമെന്ന കാര്യം അങ്ങ് മറന്നുപോയി. നമുക്ക് ഈ സാധനങ്ങളൊക്കെ താഴത്തേക്ക് ഇറക്കണ്ടേ? പ്രാവ് എവിടെ? രാവിലത്തെ സൈക്കിൾ സവാരി കഴിഞ്ഞ് എത്തിയിട്ടില്ല. പ്രസിഡന്റ് ധൈര്യമായിട്ട് പൊക്കോളൂ, അവനങ്ങ് വന്നോളൂ. ടീച്ചർ കയറി. അച്ഛേ അവരത് അത് തെറി പോടി. അച്ചി ഔരത്ത്. നമസ്കാരം. നീ കാരണം ലോറിക്കാരന്റെ മുമ്പിൽ ഞാൻ മാനം കെട്ടില്ലടാ. നീ എപ്പോഴാണ് എന്റെ പേഴ്സ് അടിച്ചു മാറ്റിയത്? അയ്യോ, അടിച്ചു മാറ്റിയതല്ല. വണ്ടിത്താവളത്തിൽ വെച്ച് സാറിന്റെ പൈസ താഴെ വീണപ്പോ ഞാനെടുത്ത് ഭദ്രമാക്കി വെച്ചു എന്നുള്ള നേരാ. അത് ഉത്തരവാദിത്തമുള്ള ഡ്രൈവറെ കടമയില്ലേ സാറേ? കടമ? ആ ലോറിയുടെ പുറകെ തന്നെ കാർ വിടാൻ പറഞ്ഞിട്ട് നിന്നെ പൊണ്ടാറടങ്ങാൻ എവിടെ പോയി കിടന്നു? ഒരു നല്ല തട്ട് കണ്ടപ്പോ എന്റെ കൺട്രോൾ പോയി. ചൂട് ദോശയും ചമ്മന്തിയുടെ കുഴച്ചടിച്ചിട്ട് നോക്കിയപ്പോ ലോറി മുമ്പ് കാണാനില്ല. എന്നാലെന്ത് ഞാൻ കൃത്യസമയത്തൊന്ന് സാറിന്റെ മാനം കാത്തില്ലേ? പക്ഷെ അവരെ മുമ്പ് വെച്ച് സാറ് എന്റെ മാനം കളഞ്ഞു. നീ വണ്ടി കയറി. മൈ ഫെയ്ത്ത്. വണ്ടിത്താവളത്തെ അനുഭവങ്ങളും എല്ലാം പുതിയ കഥയ്ക്ക് ഗുണം ചെയ്യോ സാറേ? ഓ, ലോറിക്കാരുടെ കുറെ സംഭവങ്ങൾ കിട്ടിയെന്നല്ലാതെ കഥയൊന്നും ശരിയാവും തോന്നുന്നില്ലടാ. നീ വണ്ടി എടുക്ക. ഓക്കേ, ഐ വിൽ മാനേജ്. സാറിന്റെ ഇപ്പോഴത്തെ മാനസികത എനിക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറ് ഭയങ്കര ഹാപ്പി ആവും. എന്താടാ? പതിവിന് വിപരീതമായി ഇക്കുറി ഞാനൊരു കഥ ആലോചിച്ച് സാറിന് തന്നാലോ? അല്ലെങ്കിൽ വേണ്ട. ചിലപ്പോ സാറിനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ വണ്ടി എടുക്കടാ. മണല് വാരി ഞെരടിയതുപോലെ ഉണ്ട്. ഈ കുഗ്രാമത്തിലെ പഴഞ്ചൻ ചായക്കടയിലിരുന്ന് ഞാൻ ഈ പുട്ടും പഴമൊക്കെ തിന്നുന്നത് എന്തിനാണെന്നാ വിചാരം? അവന്റെ ഒരു ജാട. എന്തിനാ? അനുഭവത്തിന്. അനുഭവോ? മനസ്സിലായില്ലല്ലേ? അല്ലെങ്കിൽ അപ്പാപ്പന് ഈ പ്രായത്തിന് വലിയ അനുഭവത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കുറച്ച് വെള്ളം കുടിച്ചിട്ട് താൻ പെടായി വിട്. ഇല്ലെങ്കില് പൂട്ടണ്ണാക്കി കയറിട്ട് കണ്ടു നിൽക്കുന്നവർക്ക് ഒരു അനുഭവമായിരിക്കും. കണ്ടാ പട്ടാണിയെ പോലെ ഇരിക്കണേ ചേട്ടനത്തിന് ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ട്. ഈ അനുഭവം എന്ന് പറഞ്ഞാൽ എന്നതാ അറിയോ? വലിയ കലാകാരന്മാർക്ക് അനുഭവം ഇല്ലെങ്കിൽ കല വരില്ല. അത് കലാകാരന്മാർക്കല്ലേ. തനിക്കെന്താ ഈ പുട്ട് അണ്ണാക്കി കേട്ടിട്ടൊരു അനുഭവം? അത് ശരി. അപ്പൊ ചേട്ടൻ മാത്രം എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഹരികൃഷ്ണൻ സാറിന്റെ വെറും ഒരു സാരഥിയാണെന്ന് ചേട്ടൻ കരുതിയോ? ദേ ഈ താടി നോക്കിയിട്ട് പറ, സത്യത്തിൽ ഞാനൊരു ബുദ്ധിജീവി അല്ലേ ചേട്ടാ? അതിന് കഥ എഴുതുന്ന ഹരീഷ സാറല്ലേ? അദ്ദേഹത്തിന് താടിയില്ലല്ലോ. അതിനാണല്ലോ ഈ താടി വളർത്തിയിരിക്കുന്നത്. അങ്ങേർക്ക് എന്തെങ്കിലും ചിന്തിച്ച് താടി തരണമെന്ന് തോന്നിയാൽ ഞാൻ അങ്ങ് അടുത്തിരിക്കും. തടവാൻ ഈ താടി ഉണ്ടല്ലോ. അതാണ് അനിയാ ഞങ്ങൾ തമ്മിലുള്ള താടി ബന്ധം, അല്ല ആത്മബന്ധം. അതെ, താടി മാത്രമല്ല, അങ്ങേർക്ക് തലയിലും കമ്മിയാ. അങ്ങയുടെ സകല സിനിമകളുടെ ത്രെഡ് എവിടെന്നാ വരുന്നത്? ഈ ശിരസിന്നാ. ഈ ശിരസ് മഞ്ഞ് ഉള്ളിക്കരുത്. ചേട്ടൻ എന്നെ ശരിക്കും മനസ്സിലാവണമെങ്കിൽ ശ്രീനിയേട്ടനോട് ചോദിച്ചാൽ മതി. താൻ കടം വാങ്ങി ആരെങ്കിലും ചേട്ടന്റെ ഒരു ഹ്യൂമറേ. ശ്രീനിയേട്ടൻ എന്ന് പറഞ്ഞാൽ നടനും തിരക്കഥാകൃത്തുമായ സാക്ഷാൽ ശ്രീനിവാസൻ. ഞാൻ ആദ്യം അങ്ങയുടെ കൂടെ ആയിരുന്നല്ലോ. മൂപ്പര് പറയുന്ന ഹ്യൂമർ കേട്ട് ഞാൻ കുടുകൂടെ ചിരിക്കും. അത് കേട്ട് എന്നെയും കൂടെ കൂട്ടും. ഒടുവിൽ ഞാനൊരു ഹ്യൂമർ പറഞ്ഞു, അത് കേട്ടെങ്കിൽ ഞെട്ടി. പിന്നീട് എന്ത് സംഭവിച്ചു? ഞാൻ ഔട്ട്, ക്ലീൻ ഔട്ട്. എന്താ കാര്യം? ഈഗോ ക്ലാഷ്. പ്രതിഭ ഉള്ളവന് ഒരുത്തനും വളരാൻ വിടില്ല ചേട്ടാ ഈ ഫിലിം ഫീൽഡില്. എന്താ പ്രതിഭാധനന്റെ പേര്? MA ചെണ്ടമംഗലം. MG വാസുദേവൻ നായരെ എമ്മും AK ലോഹിദാസിന്റെ എയും ഞാനിങ്ങെടുത്തു. MA. എങ്ങനെ ഉണ്ട്? ചെണ്ടമംഗലം നാട്ടുപേരാ. ഓ, അപ്പൊ പേര് പോലും സ്വന്തമല്ലെന്ന് ചുരുക്കം. എന്താടേ നിന്നോട് ഹിന്ദി പറയരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. हिंदीकारी जी मुझे हिंदी मालूम है। मैंने हिंदी फिल्म इंडस्ट्री से आ गया। अमिताभ जी, खेमा जी, श्रीदेवी जी, ये सब स्टार्स मेरा मंडी में स्टूडियो पहुंच गया। अच्छा, मैंने प्यार किया। तुम्हारा हिंदी सुनने में बहुत मजा आता है। तुम मुझे प्यार दो, मैं तुम्हें आसानी दूंगा। നിനക്ക് ഹിന്ദി മാലും അവക്കും ഹിന്ദി മാലും. എന്നാൽ ഇവിടെ ഒരു ഹിന്ദി പ്രചാര സഭയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഹിന്ദി പറഞ്ഞു പറഞ്ഞ് നിന്നെ ഒരു മുഖർജി ആകാൻ സമ്മതിക്കത്തില്ല. പുട്ട് കയറ്റി കഴിഞ്ഞെങ്കിൽ വിട്ടോ. കൈ പോടോ.
ஓ சாரி நமஸ்காரம் ஹலோ அடடே, நம்ம சிவாஜி சார் மகன் பிரபு சாரா. சின்ன தம்பி பெரிய தம்பிக்கு சௌக்கியமா? வேண்டா, பரமசிவம். ஹலோ തൊട്ടുകളി വേണ്ട. പുഷ്കരേട്ടന്റെ തമിഴ് കേട്ട് സാറ് ഞെട്ടണ്ട. കടയിൽ സിനിമാ ബോർഡ് വയ്ക്കുന്ന വകയിൽ മൂപ്പർക്ക് തിയേറ്റർ ഫ്രീയാ. അവിടെയാണെങ്കിൽ എന്നും തമിഴ് സിനിമ. அப்படிங்களா ഫോട്ടോ എടുക്ക്. മിന്നലടിക്ക്, മിന്നലടിക്ക്. ഒന്നും അറിയില്ല സാർ. ശിവാജി സാർ എന്നെ പോലൊരുവൻ, അവർ മനിതരിൽ മാണിക്യം, എന്നെ ആണ്ടവൻ കട്ടളை, കൈ കൊടുത്ത ദൈവം. രണ്ടുപേരുടെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടോണ്ട് സാർ. സാർ എനിക്കൊരു ആഗ്രഹമുണ്ട് സാർ, വേണ്ട എന്ന് പറയരുത്. என்ன வேணும் சொல்லுங்க പോകുന്നതിന് മുമ്പ് എന്റെ കടയിൽ നിന്നൊരു ബോണ്ട കഴിച്ചിട്ട് പോണം, ഹാപ്പി ആയിട്ട് ഒരു കാപ്പിയും കുടിച്ചിട്ട് പോണം. கண்டிப்பா வரேன் എന്താ പുഷ്കര ഇത്? നിന്റെ ആ പഴഞ്ച കോട്ടിലകത്തെ മൂട്ടെ കൊണ്ട് ഈ പാവ സാറിനെ കടുപ്പിക്കുന്നതിനാ? അങ്ങോട്ട് മാറുന്നേക്ക്. இது சாயக்கடை யூனிஃபார்ம் ഞാൻ ശരിക്കും ചായക്കടക്കാരനല്ല സാർ, അങ്ങ് ഭോപ്പാലിലായിരുന്നു. ഭോപ്പാൽ പുഷ്കർ എന്നാണ് എന്നെ വിളിക്കുന്നത്. ഭോപ്പാലിലെ ഭിക്ഷക്കാരുടെ ഫാഷനാ. എടാ, ഒരു സെക്കൻഡ്, ഒരു ഫോട്ടോ സാർ എടുത്തോ. സാർ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ஓ வணக்கம் ஓ சாரி நமஸ்காரம் നമസ്കാരം. വെറും പ്രസിഡന്റ് അല്ല സാർ, ഒരു അല്പം സിനിമാ കമ്പൊക്കെ ഉള്ള ആളാ. ഇത്രയും വലിയൊരു ആള് എന്റെ തറവാട്ടുപെട്ടത്ത് മര്യാദ വെച്ച പൂർവ്വജന്മ സുഹൃത്താണ്. பூர்வ ஜென்மல்ல அபூர்வ சகோதரர் நம்ம கமல் சார் நடிச்ச படம் ഓ നമുക്ക് അകത്തേക്ക് ഇരിക്കാം. வாங்க போலாம் പുഷ്കരം വരണ്ട. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ മാന്യ മഹാജനങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പിരിഞ്ഞു പോകാം. മൂപ്പർ 2-3 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും വിശദമായി കാണാം. എല്ലാവരും പിരിഞ്ഞു വെക്കൂ. എന്റെ ബോണ്ട തിന്നെ അതിവിടെ